ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഥാപാത്രങ്ങളെയും കഥയും ഓർമ്മ വരും. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണ്. മന്ത്രതന്ത്രങ്ങൾക്ക് പേരുകേട്ട ഭരതപുരമില്ല. ഇല്ലത്തിലെ കാരണവർ അപ്പൻ തമ്പുരാൻ കൊടിയ മാന്ത്രികനായിരുന്നു. യക്ഷികളെയും ഗന്ധർവന്മാരെയും വശീകരിച്ച് തന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന കഴിവുള്ള ആളായിരുന്നു അപ്പൻ തമ്പുരാൻ. ഒരു രാത്രി അപ്പൻ തമ്പുരാന് കാളി ദർശനം ഉണ്ടാകുന്നു. നർത്തകിയായ ഒരു കന്യകയെ ബലി നൽകിയാൽ നിനക്ക് ചിരഞ്ജീവിയായി ആയുഷ്കാലം ജീവിക്കാം. കാളി ദർശനത്തിൽ ഭ്രമം പൂണ്ട തമ്പുരാൻ കളവ് പറഞ്ഞ് തഞ്ചാവൂരിൽ നിന്നും ഒരു നർത്തകിയെ അരമനയിൽ പാർപ്പിച്ചു. നർത്തകിയായ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ തമ്പുരാൻ മോഹിനിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനിടയിൽ മോഹിനിയുടെ കാമുകൻ രാമനാഥൻ മോഹിനിയെ കാണാൻ ഇല്ലെത്തെത്തുകയും തമ്പുരാൻ മറ്റൊരു കളവ് പറഞ്ഞ് മോഹിനിയെ കാണാൻ അനുവദിക്കാതെ തിരിച്ചയച്ചു. തമ്പുരാന്റെ കൊടിയ ക്രൂരതയ്ക്ക് മുന്നിൽ രാമനാഥനെ കാത്ത മോഹിനി ദുഃഖിതയായി. രാമനാഥൻ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന ആത്മവിശ്വാസത്തിൽ മോഹിനി ക്ഷമയോടെ കാത്തിരുന്നു. ഒരു രാത്രി തമ്പുരാൻ മോഹിനിയെ പ്രാപിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ തമ്പുരാന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തു. പ്രണയസാഫല്യം നിറവേറാനാവാതെ അവൾ ആത്മാവായി അലഞ്ഞു. തുടർന്ന് അപ്പൻ തമ്പുരാന്റെയും കുടുംബത്തെയും അവൾ നശിപ്പിച്ചു. അപ്പൻ തമ്പുരാന്റെ അനുജൻ ഉഗ്രൻ തമ്പുരാൻ മോഹിനിയെ ഒരു കാഞ്ഞിര മരത്തിൽ ബന്ധിച്ചു. എത്ര കൊലപാതകങ്ങളാണ് ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. ഒരു മന്ത്രത്തിനോ ഒരു തന്ത്രത്തിനോ ഒരു നിയമത്തിനോ ഒന്നും തന്നെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. Pannu life where the best guy. Oh yeah, ghost lady Mohini, Ramanathan, the dearest smile. Got the number on the sky. Pannu life where the best guy. Oh yeah, ghost lady Mohini, in the rusting place. Chumma jangal visit to Chedal Ninake, disturb Mohini, in the rusting place. Chumma jangal
ഡിയേഴ്സ് തുന്നൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം മോഹിനി സെറടി സ്റ്റിക്കർ വേണോ ബെസ്റ്റ് ലിക്കർ വേണോ ചരസിന്റെ സിഗരറ്റ് വേണോ ഒരു സെൽഫി എടുത്ത് നിന്റെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാം ഒരു സെൽഫി എടുത്ത് നിന്റെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാം മോഹിനി രാമനാഥന്റെ ഡിയർ സ്മാർട്ട് തമ്പുരാന്റെ ഗസ്റ്റായി വന്നു ലൈഫ് വെറുതെ വേസ്റ്റായി പോയ ഗോസ്റ്റലെ നീ മോഹിനി രാമനാഥന്റെ ഡിയർ സ്മാർട്ട് തമ്പുരാന്റെ ഗസ്റ്റായി വന്നു ലൈഫ് വെറുതെ വേസ്റ്റായി പോയ ഗോസ്റ്റലെ നീ മോഹിനി നിന്റെ റസ്റ്റിംഗ് പ്ലേസിൽ ചുമ്മാ ഞങ്ങൾ വിസിറ്റ് ചെയ്താൽ നിനക്ക് ഡിസ്റ്റർബ് ആണോ മോഹിനി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പ്രേതായാലും പിശാചായാലും നമുക്ക് അന്വേഷിക്കാം. ആ യുവാക്കളുടെ മരണത്തിന് ഒരു തുമ്പും ഉണ്ടായില്ല. സീമത്തമ്പരൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു CI ഇട്ടിമാത്യു. അദ്ദേഹവും ദുരൂഹമായി കൊല്ലപ്പെട്ടു. ഫോൺ കോളിനായി കാത്തിരിക്കുകയാണ് ഞാൻ. അവസാനം ഞങ്ങൾ കണ്ടുപിരിയുമ്പോൾ അവൻ പോയത് കൽതുപുരം ഗ്രാമത്തിലേക്കാണ്. അവിടുത്തെ അപ്പൻ തമ്പുരാന്റെ മാന്ത്രികയിലും അവിടെയുള്ള മോഹിനിയെയും കുറിച്ചറിയാം. എവിടെ ഏത് നാട്ടിലായിരുന്നാലും വിളിക്കാറുള്ള അവൻ എന്തോ എനിക്കറിയില്ല ദേവൻ. അവനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞാൻ. എന്തോ എനിക്കറിയില്ല മാഷ്. ചേട്ടനെ കുറിച്ചുള്ള ഈ അന്വേഷണത്തിൽ മാഷിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും എനിക്കുണ്ടാവണം. ഈ കാര്യത്തിൽ എൻ്റെ എല്ലാ സഹായങ്ങളും എൻ്റെ മോനുണ്ടാവും. അത് ചെമ്പാടൻ. സീമത്തമ്പുരാന്റെ കാര്യസ്ഥനായിരുന്നു. സീമത്തമ്പുരാന്റെ മരണത്തിന് ശേഷം ഇത് അറവാണിക്കാവ്. പണ്ടെല്ലാം ഇവിടെ ചിത്രപൗർണമിക്ക് ആഘോഷങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഒരു കഥ. നിങ്ങൾ സൂക്ഷിക്കണം. മോഹിനിക്ക് നിങ്ങളോട് പറയണ്ടാവും. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ഔട്ട് ഹൗസ് എനിക്ക് സുരക്ഷിതമല്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒഴിവാകും. ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീട് ഏർപ്പാട് ചെയ്യാം. എനിക്ക് ജല്ലങ്കോട്ട വരെ ഒന്ന് പോകാം.
വല്ലാത്ത ദുർവിധിയാണ് ഈ നാടിന്. ഒടുവിൽ ആ പാവം ഭരതൻ മാഷെയും മോഹിനി വെറുതെ വിട്ടില്ല. എന്തൊരു വിധിയാണിത്! മോഹിനിക്ക് പിറകെ പോകുന്നവർ മുഴുവൻ കൊല്ലപ്പെടുന്നു. വല്ലാതെ ഭയം തോന്നുന്നു. ദേവേട്ടൻ എന്തോ ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത്. എന്തോ ഈ ഒരു അന്വേഷണത്തിന് ഒരു തുമ്പുണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഈ ഗ്രാമം വിടൂ. മോനെ, അമ്മ വല്ലാതെ ഭയന്നിരിക്കുന്നു. നിന്റെ അന്വേഷണം അവസാനിപ്പിച്ചിട്ട് മടങ്ങി വാ. വല്ലാത്ത ദുരന്തം വിടർത്തുന്ന നാട്. എനിക്ക് ഭയം തോന്നുന്നു. നീ കൂടി നഷ്ടപ്പെട്ടാൽ. വേണ്ട മോനെ, നീ മടങ്ങി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേട്ടൻ്റെ തിരോധാനം നമ്മുടെ വിധിയാണെന്ന് കൂട്ടാം. ശരി മോനെ, ശരി. മോഹിനി, നിന്നെ തളയ്ക്കാൻ അവൻ വരുന്നു. ആ കാഞ്ഞിര മരത്തിൽ ബന്ധിപ്പിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസത്തിനായി. ഇന്ന് ചിത്ര പൗർണമി നാൾ. മോഹിനി, നിന്റെ പുറകെ ഞാനുണ്ട്. ഒരു ദിവ്യായുധമായി. ഓ നീ എവിടെ വരെ പോകും? ഞാൻ തളയ്ക്കും. രാമനാഥ, എൻ പ്രിയ രാമനാഥ, ഞാൻ താൻ നിങ്ങളുടെ മോഹിനി. നീ എൻ അരുമക്കാതലൻ രാമനാഥൻ. രാമനാഥ, ഞാൻ നിന്നുടെ പ്രിയ കാതലി.
ചേട്ടാ ചേട്ടാ ദേവാ 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 രാമനാഥ, എൻ പ്രിയ രാമനാഥ, ഞാൻ താൻ നിങ്ങളുടെ മോഹിനി. നീ എൻ അരുമക്കാതലൻ രാമനാഥൻ. രാമനാഥ, ഞാൻ നിങ്ങളുടെ പ്രിയ കാതലി. ഞാൻ നിങ്ങളുടെ രാമനാഥനല്ല, ഞാൻ നിങ്ങളുടെ രാമനാഥനല്ല. എന്നെ അഴിച്ചുവിട്, അഴിച്ചുവിടാം. ചേട്ടാ ചേട്ടാ ദേവാ 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 ഞാൻ താൻ നിങ്ങളുടെ മോഹിനി. നീ എൻ അരുമക്കാതലൻ രാമനാഥൻ. രാമനാഥ, ഞാൻ നിങ്ങളുടെ പ്രിയ കാതലി. എനിക്കത് ശ്രദ്ധിക്കുക. റസ്റ്റിംഗ് പ്ലേസിൽ ചുമ്മാ ഞങ്ങൾ വിസിറ്റ് ചെയ്താൽ നിനക്ക് ഡിസ്റ്റർബ് ആണോ